ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാന്ന് പറഞ്ഞത്. അപ്പം ഇന്ന് ചെയ്യുന്നത് ഒരു വ്ളോഗോ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യാൻ പോകാം. വ്ളോഗൊന്നും ഇല്ല, നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പോകാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞൊരു ഫോൺ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് ഫോണൊക്കെ വെച്ച് ഓൺലൈൻ ക്ലാസ്സൊക്കെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ ചാർജിങ്ങും കേബിളും ഇതൊക്കെ കുത്താൻ നേരത്ത് എനിക്കൊരു സ്ഥലത്ത് ചാരി വെക്കാൻ പറ്റില്ല. ഫോൺ എപ്പോഴും കയ്യിൽ പിടിക്കണം. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എങ്ങനെ ഒരു ഫോൺ സ്റ്റാൻഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞാൻ നേരെ ഇന്ന് ഈ ഫ്ലിപ്കാർട്ടിൽ കയറി. മക്കളെ ചെത്തുപോയെന്ന് പറയാമല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഫോൺ സ്റ്റാൻഡ് 99 രൂപയെന്ന് മുതൽ അങ്ങോട്ട് കിടക്കുവാണ്. അപ്പോൾ അതൊരു ബെസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ നോക്കാൻ നേരത്തെ ഏറ്റവും നല്ല ക്വാളിറ്റി വേണമെങ്കിൽ നമ്മളൊരു 300 രൂപ അടുത്തെങ്കിലും മുടക്കണം, അതായത് നല്ലൊരു ക്വാളിറ്റി എടുത്തുള്ളൂ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കയറുന്നതിൻ്റെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നില്ല. കോസ് കയറി ഫോൺ സ്റ്റാൻഡിന് അടിച്ചാൽ മതി, അപ്പം കാണിച്ചു തരും എങ്ങനെ സംഭവം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫോൺ സ്റ്റാൻഡ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ അപ്പുറത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത്. പിന്നെ ഇപ്പം വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമുക്ക് ഇന്ന് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു PVC പൈപ്പ് മാത്രം മതി. PVC പൈപ്പാണ്, PVC അല്ല, PVC പൈപ്പ് മാത്രം മതി. ഇത്രയുള്ള സംഭവം കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഫോൺ സ്റ്റാൻഡ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഫോൺ സ്റ്റാൻഡ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്താണ്, ഈ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ സാധനമാണ് മാറ്റിയിരിക്കും. നമുക്ക് ഈ സാധനം കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മാത്രം മതി. പിന്നെ കണ്ടിക്കാൻ വേണ്ടി ഒരു ആക്സോ ബ്ലേഡും, പിന്നെ ഒന്ന് ഇത് നിവർക്കാൻ വേണ്ടി ഒരു തേപ്പൂട്ടിയും, പിന്നെ ഒരു മാച്ച് ബോക്സും, ഒരു മെഴുകുതിരി, അത്രയും മതി. നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നേരെ ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ സംഭവം കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് കണ്ടിക്കണം. അപ്പോൾ ഇത് കുറച്ച് ലെവലല്ല, കണ്ടറിയാൻ പറ്റിയത് കുറച്ച് ലെവലല്ല. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് കണ്ടിച്ച് കഴിയുമ്പം നമുക്ക് സംഭവം ലെവലാക്കാം. അപ്പോൾ നമുക്ക് നേരെ അത് കണ്ടിക്കാം. ആദ്യം നമുക്ക് കണ്ടിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ചിട്ട് കണ്ടിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്കിത് നിവർത്തണമെങ്കിൽ തേപ്പൂട്ടി വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തേപ്പൂട്ടി ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിവർത്താൻ നേരത്തെ നമുക്ക് ഡയറക്റ്റ് തേപ്പൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഉരുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു കോട്ടൺ തുണിയോ ഒരു തുണി നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് ആ തുണി ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ വിരിച്ചിട്ട് ഞാൻ ഒരു തുണി എടുത്തിരിക്കുകയാണ്. ഏത് തുണി വേണം എടുക്കാം. സിൽക്കൊക്കെ ഉരുക്കി പിടിക്കാൻ സാധനമൊന്നും എടുക്കല്ലേ, നല്ല രീതിയിൽ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരെ ഒന്ന് വെക്കണം, വെച്ച് കൈ വെക്കണം. ഇത് കുറച്ച് പാടുപെടും. ഓക്കെ, സംഭവം വെച്ചിട്ട് നമുക്ക് തേപ്പൂട്ടി എടുക്കാം. നമുക്ക് തേപ്പൂട്ടി എടുത്തിട്ട് പയ്യെ അതിന് മണ്ടയ്ക്ക് കൂടെ ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് അത് സ്ട്രെയിറ്റ് ആക്കാം. ഇത് കുറച്ച് പാടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ കഷ്ണം ഇതായതുകൊണ്ട് കുറച്ച് പാട് വിടും. ഇത് നമുക്ക് നേരെ ആക്കി എടുക്കണം. അപ്പോൾ നേരെ ആകുന്നവരെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി നിവർത്തി വെച്ചിട്ട് ചെയ്യാം. നമുക്ക് പിന്നെ ഈ സൈഡിലേക്ക് നീങ്ങാം. അപ്പോൾ തേപ്പൂട്ടി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. അമ്മോ, ഇപ്പം പൈസ കാണില്ല. അപ്പം നമുക്കൊന്ന് പയ്യെ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെച്ച്, ഇപ്പോൾ നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റും ഇത് നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഭാഗം നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഒരു വളവും കൂടി സ്ട്രെയിറ്റ് ആയി കഴിയുമ്പം ഇത് ഓക്കെ ആവുന്നതാണ്. അത് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ബാക്കി കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ സംഭവം നമ്മൾ സ്ട്രെയിറ്റ് ആക്കി എടുത്ത് ഇതിനിങ്ങനെ ഒരു വളവൊക്കെ കണ്ടോ. അപ്പോൾ ഈ വളവ് നമുക്കിതിന് സ്ട്രെയിറ്റ് കണ്ടിച്ച് കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞിട്ട്
ബാക്കി വീഡിയോ കാണാം. അപ്പോൾ ഇതിനൊരു അളവൊക്കെ ഉണ്ട്, ആ അളവൊക്കെ ഞാൻ വരച്ചുകൊണ്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ അളവും വരച്ച് സംഭവം സ്ട്രെയിറ്റ് ആക്കിയിട്ട് ബാക്കി കാണാം. ഗായ്സ്, അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെ കണ്ടിച്ച് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് അളവ് വരയ്ക്കാനുണ്ട്. അപ്പോൾ ആ അളവ് വരച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ സാൻഡ് പേപ്പറും കൊണ്ട് ഈ സൈഡ് ഒന്ന് പിടിച്ച് എന്താ ഷേപ്പാക്കി എടുത്തിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ. അപ്പോൾ നേരെ സാൻഡ് പേപ്പറും കൊണ്ട് നല്ല രീതിയിൽ ഉരച്ചിട്ട് ഞാൻ വരാം. അപ്പോൾ എന്തായാലും അടുത്തത് നമുക്ക് അളവിലേക്ക് കിടക്കാം. നമ്മൾ ഏകദേശം സംഭവം വരച്ചെടുത്ത്, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മൊത്തം ഈ 29 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗവും നമുക്ക് വേണ്ട, ഇത് നമുക്ക് വേണ്ടാത്ത ഭാഗമുണ്ട്, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം ഇത്രയും ഭാഗം. അപ്പോൾ ഇതൊരു 9 സെൻറ്റിമീറ്റർ, പിന്നെ ഒരു 10 സെൻറ്റിമീറ്റർ, പിന്നെ ഇതിന് നടുക്കൊരു വട്ടം ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒരു ചാർജിങ് കേബിളൊക്കെ കയറ്റി കൊടുക്കാനും അതിന് വേണ്ടിയുള്ളതിന് വേണ്ടിയായിരുന്നു നമ്മൾ വെച്ചിട്ട് സെറ്റപ്പിന് വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ് ആ വട്ടം. പിന്നെ ഒരു 7 സെൻറ്റിമീറ്റർ ഇത്രയും നമ്മൾ ഗ്യാപ്പ് വിടുന്നുണ്ട്. പിന്നെ ഇവിടെ 3 സെൻറ്റിമീറ്റർ ഇത് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഇത് 1.5 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ 2 ഭാഗമായിട്ട് ഒന്ന് മടക്കം ഇവിടെ മടക്കിടക്കുണ്ട്. അത് ചെയ്യാൻ വേണ്ടി നമ്മളങ്ങനെ ഒരു 1.5 സെൻറ്റിമീറ്റർ രണ്ടെണ്ണം വിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് നേരെ കട്ടിങ്ങും വർക്കിങ്ങിലേക്കും കിടക്കാം. അപ്പോൾ നമ്മൾ ഈ 3 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊരു കസേര വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് കണ്ടിരിക്കാം. നമ്മൾ സംഭവം കണ്ടിച്ചു. നമുക്ക് ഇങ്ങോട്ട് പയ്യൊന്ന് മടക്കി കഴിഞ്ഞാൽ പിന്നെ മോലാണ്ടിയാണ് ഒന്ന് മടക്കി കഴിഞ്ഞ സംഭവം ഒടിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം എടുത്ത് കളയാം. നമുക്ക് കളഞ്ഞ് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സാൻഡ് പേപ്പർ വെച്ചൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അത്രയും ഭാഗം ഒന്ന് സ്മൂത്താവും. ഇനി നമുക്ക് ഈ നടുക്ക് സെൻറ്ററും കട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഈ ഒരു വരയും കട്ട് ചെയ്യാനുണ്ട്. അപ്പം ഇത്ര ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ കഴിച്ച് നമ്മൾ ഇപ്പോഴും മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അപ്പം മെഴുകുതിരി നമുക്ക് കത്തിക്കാം. നമുക്ക് ഇതെടുത്തിട്ട് നമ്മുടെ ഈ 1.5 എന്ന് എഴുതിയേക്കുന്ന ഈ ഒരു വരയിൽ അവരുടെ നേരെ നമുക്ക് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ ഒരു സ്കെയിൽ എടുത്തിട്ട് കറക്റ്റ് അവിടെ വെക്കുക. എന്നിട്ട് പയ്യെ ഒന്ന് മോൾഡ് ചെയ്യുക. നല്ല ചൂട് കാണും, അപ്പോൾ അതനുസരിച്ച് പയ്യെ ഞെക്കി മോൾഡ് ചെയ്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കുക. അപ്പോൾ ചൂട് പോകുന്നതിന് മുമ്പ് ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റ് ഷേപ്പിൽ കിട്ടും, ഇല്ലെങ്കിൽ കുറച്ച് പാടുപെടും. നമുക്കതേ സംഭവം ആദ്യമേ ഇതിങ്ങനെ കിട്ടും. അപ്പം ഇങ്ങനെ ഇരിക്കണം. ഇനി അടുത്ത ഭാഗം നമുക്ക് ചൂടാക്കാം. അത് സ്കെയിൽ പിന്നെയും വെക്കണം. സ്കെയിൽ വെക്കുക. എന്നിട്ട് പയ്യെ മണ്ടയ്ക്കോട്ട് വലിക്കുക. അപ്പോൾ അത് കയ്യേ പറ്റും. അപ്പോൾ അത് കാര്യം വെക്കല്ലേ, നമുക്കൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ആയി കഴിയുമ്പോൾ സംബന്ധം ഒരു യു പോലെ ഒരു കൊളുത്ത് പോലെ വരും. അതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ കൊളുത്ത് പോലെയായി വരണം. എന്നാൽ നമ്മുടെ ഫോൺ ഇവിടെ വെക്കാൻ നേരത്ത് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വര, ഈ വരയാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്തതായിട്ട്. അപ്പോൾ അത് നമുക്ക് ഉരുകാം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ലൈറ്ററും കൊണ്ടും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മെഴുകുതിരി യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ലൈറ്റർ അവൈലബിൾ അല്ലേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ. ലൈറ്റർ മെഴുകുതിരി യൂസ് ചെയ്യുന്നത്. ഉരുക്കി കഴിയുമ്പം നമുക്കൊരു ടേബിളിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ട് അത് നമുക്ക് അകത്തോട്ട് ബാക്ക്വേർഡ് അങ്ങോട്ട് ബെൻഡ് ചെയ്യാം. അങ്ങനെ അങ്ങോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ടേബിളിൻ്റെ സൈഡാണെങ്കിൽ നമുക്ക് കറക്റ്റ് ബെൻഡിങ് കിട്ടും.
അതുകൊണ്ടാണ് നമ്മൾ ടേബിൾ സൈഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കുക. നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു വര, ഈ വര. അപ്പോൾ ഇതും ഇങ്ങനെ അകത്തേക്ക് വേണം വരാൻ. ഇവിടുന്ന് ഇങ്ങോട്ട് വേണം, സ്റ്റാൻഡ് പോലെ വേണം വരാൻ. അപ്പോൾ അത് നമുക്ക് ചൂടാക്കാം. ഇനി നമുക്കിത് പയ്യെ അകത്തേക്ക് കറക്റ്റ് വെച്ചിട്ട് അകത്തേക്ക് ബെൻഡ് ചെയ്യാം. അപ്പോൾ അകത്തേക്ക് ബെൻഡ് ചെയ്ത് കഴിയുമ്പം അതെ വെച്ച് കൊടുക്കുക, ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കുക. സംഭവം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ഇത് ഉണങ്ങുന്ന ഒന്ന് കൂൾ ഡൗൺ ആവുന്ന വരെ ഒന്ന് പിടിക്കുക. അതേ നമുക്ക് ഇത് ഒന്ന് വളഞ്ഞു പോയി, അപ്പോൾ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, കുറച്ചും കൂടി അകത്തേക്ക് വളരാനുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചെയ്തേക്കാം. നമ്മൾ ഇവിടെ സ്റ്റാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇവിടെ നമുക്ക് ഫോൺ വെക്കാം. ഇപ്പോൾ ഒരു ഫോൺ എടുക്കുന്നില്ല, ഇവിടെ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. അതേ ഫോൺ നമുക്ക് വേണ്ടത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുന്നത് ഫോൺ എടുത്തിട്ട് ഇത് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് ഷോർട്സ് കാണാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് പെയിൻ്റ് അടിച്ച് ഒരു കളറാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഞാനൊരു കറുപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പെയിൻ്റ് അടിച്ച് ഉണങ്ങാൻ ഒരു ദിവസം പിടിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഇതിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് ചെയ്തെടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ കേബിള് ഈ നമ്മുടെ ഫോണിൻ്റെ ഇടയിൽ കൂടെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ പിന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുത്താവുന്നതാണ്. പക്ഷേ എൻ്റെ പിന്നെ മണ്ടയ്ക്ക് നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കുത്തിക്കൊടുക്കാവുന്നതാണ്. കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ നേരത്ത് അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ. നമ്മുടെ ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് പൊക്കി കൊടുക്കുക, ബാക്ക് വരേക്ക് ഒന്ന് പൊക്കി കൊടുക്കുകയാണെങ്കിൽ സംഭവം അവിടെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്ലാസ് കൂടാനാണേലും നമ്മളിപ്പം ഇങ്ങനെ എപ്പോഴും കൈ പിടിക്കണമെന്നില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പിക്ക് ചാരി വെക്കണമെന്നില്ല. ഈ ദിവസം ഉണ്ടാക്കണമെന്നത് നേരെ ഇങ്ങനെ വെച്ച് ക്ലാസ് കൂടാം, സുഖം. നമുക്ക് നേരെ നോക്കിയിരിക്കാം, ക്യാമറ ഓൺ ചെയ്ത് ക്യാമറ ഓൺ ചെയ്യാം, സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഷോർട്സ് കണ്ടിട്ട് അപ്പം നിങ്ങൾ കണ്ടു എങ്ങനെയാണ് നമ്മുടെ ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ ഫോണൊക്കെ കറക്റ്റ് ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമ്മളൊരു നീല പെയിൻറ്റ് കൊടുത്തായിരുന്നു, നീല കളർ പെയിൻ്റ് അടിച്ച് പെയിൻറ്റും കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്ത്. അപ്പോൾ എന്തായാലും ചാർജ് ചെയ്യാൻ നേരത്ത് നല്ല സുഖമാണ്. പിന്നെ ഓൺലൈൻ ക്ലാസ് കൂടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം, നല്ലതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു 10 രൂപ മതി ഇതുണ്ടാക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ പൈപ്പിന് മാത്രം വില കൊടുത്താൽ മതി. ഇത് 2 ഇഞ്ചിൻ്റെ പൈപ്പ് യൂസ് ചെയ്തത്, ഞാൻ പറയാൻ മറന്നുപോയി, 2 ഇഞ്ചിൻ്റെ പൈപ്പായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. നമ്മൾ 1 വർഷമാകാൻ പോവുകയാണ്. 8-ാം തീയതി കൃത്യം 1 വർഷമാകും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം 8-ാം തീയതി കഴിയുമ്പോൾ സ്പെഷ്യൽ വീഡിയോ കാണും എന്തായാലും. അപ്പം എന്തായാലും പോവുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ്, ബൈ.